എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഇനി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം ഇന്നത്തോടെ കൂട്ടിയാണെങ്കിൽ 3 ദിവസം നിങ്ങൾക്ക് പരീക്ഷിക്കേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് നടത്താം. ഞാൻ കൃത്യമായിട്ട് മെറ്റീരിയൽസ് അയച്ചു തന്നിട്ടുണ്ട്. അത് മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഷോർട്ട് നോട്ട് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ എഴുതി പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു 80% മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിശ്രമം പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന്റെ അളവ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വർഷം ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് പോലും പല സ്കൂളിലും കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോ നല്ല എന്നുവെച്ചാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും അഡ്മിഷൻ നടക്കുന്നത്, എൻട്രൻസ് അല്ല. അപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യം നിങ്ങൾ ഈ ബേസ് യൂണിറ്റ് അതുപോലെ തന്നെ നമ്മൾ ഡയമെൻഷൻ അത് നിങ്ങൾക്ക് ക്ലാസ് ടേബിളിൽ ഒരുമാതിരി എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ് ടേബിൾ നിങ്ങൾ എടുക്കുക, പേജ് 37 ബേസ് യൂണിറ്റ് 7 ബേസ് യൂണിറ്റും അതിന്റെ താഴെ പ്രിഫിക്സ് എന്ന് പറഞ്ഞു. മീൻസ് ചില കേസിൽ നമ്മൾ മില്ലി, കിലോ ഒക്കെ പറയുന്നത് നമ്മൾ എഴുത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ലെറ്റേഴ്സ് ആണ്. ഇപ്പൊ സ്മോൾ ലെറ്റർ കെ കാണിക്കുന്നത് 10⁻³ ആണ്, സ്മോൾ ലെറ്റർ എം കാണിക്കുന്നത് 10⁻³ ആണ്. മൈക്രോ മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ കാണിക്കുന്നത് 10⁻⁻6 ആണ്. നാനോ 10⁻⁹ ആണ്. ആംസ്ട്രോം 10⁻10 ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില ലെറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ പരിചയപ്പെടുക. മീൻസ് പേജ് നമ്പർ 37 എടുത്ത് നല്ലോണം നോക്കുക. ഇനി ബേസ് യൂണിറ്റ് തന്നെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പല ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഞാനത് മെക്കാനിക്കൽ യൂണിറ്റ് പേജ് നമ്പർ 38 കിടക്കുന്നുണ്ട്. അവിടെയാണ് മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഡയമെൻഷൻസ് ആ പേജ് നമ്പർ 39 ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റീസ് അതിന്റെ ഡയമെൻഷൻ യൂണിറ്റ് സിമ്പൽ ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് യൂണിറ്റ് അവിടെയാണ് ആംബിയറിന്റെ ഒക്കെ ഡെഫിനേഷൻ കിടക്കുന്നത്, പേജ് നമ്പർ 42 ആണ്. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സർട്ടൻസ് മോള് അത് കിടക്കുന്നത് പേജ് നമ്പർ 49 അതുപോലെ തന്നെ ഹീറ്റ് അവിടെയാണ് കെൽവിന്റെ ഒക്കെ ഡെഫിനേഷൻ വരുന്നത്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പേജ് നമ്പർ 49 തന്നെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഒപ്റ്റിക്സ് അവിടെയാണ് നമ്മൾ കാൻഡില കിടക്കുന്നത്, പേജ് നമ്പർ 52 കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് ടേബിൾ നല്ലോണം മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ അസ്ട്രോണോമിക്കൽ ഡേറ്റ പേജ് നമ്പർ 75 കിടപ്പുണ്ട്. അവിടെയാണ് പാർസെക്, ലൈറ്റ് ഇയർ, അസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഒക്കെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഒരു ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണെന്നും ഒരു പാർസെക് എത്ര ലൈറ്റ് ഇയർ ആണെന്നൊക്കെ ചോദിക്കും. അതൊന്ന് നോക്കി മനസ്സിലാക്കാം. ടെറസ്ട്രിയൽ ഡേറ്റ എർത്തുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസ് കിടക്കുന്നത് 78. പിന്നെ എനർജി ഈക്വലൻസ് ഒരു മീൻസ് മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂൾ ആണെന്നോ അല്ലെങ്കിൽ 1 kW എത്ര ജൂൾ ആണെന്നോ എത്ര മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണെന്നോ ഒക്കെ ഈക്വലൻസ് ആ പേജ് നമ്പർ 80 നോക്കിയാൽ മതി. അപ്പൊ ആദ്യം നിങ്ങൾ ക്ലാസ് ടേബിൾ നല്ലോണം മനസ്സിലാക്കുക. പിന്നെ കാൽക്കുലേറ്റർ ഒക്കെ നിങ്ങൾ നല്ലോണം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, ഫങ്ഷനിങ് ആണോ നോക്കുക. ഇതൊക്കെ നിങ്ങൾ അധികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഒരു 2 പരീക്ഷ, കെമിസ്ട്രിയും കഴിഞ്ഞു, മാത്സും കഴിഞ്ഞു. ഇനി അടുത്ത പരീക്ഷ ഫിസിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ അതില് കാണിച്ച തെറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് വന്നു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് ടേബിൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ക്വിക്ക് റിവിഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി പോയേക്കുക. അപ്പൊ ആദ്യം കേൾക്കുന്നത് ഫിസിക്കൽ വേൾഡ് ആണ്. ആ ഫിസിക്കൽ വേൾഡിന്റെ അകത്ത് നിങ്ങൾ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല, 1 വേർഡിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫിസിക്സിന്റെ പല ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ മെക്കാനിക്സ് ഒരു ബ്രാഞ്ചാണ്, ഒപ്റ്റിക്സ് ഒരു ബ്രാഞ്ചാണ്, ഇലക്ട്രോ മാഗ്നറ്റിസം ഒരു ബ്രാഞ്ചാണ്,
ഇലക്ട്രോണിക്സ് മറ്റൊരു ബ്രാഞ്ചാണ്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ്. ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കിയേക്കുക. പിന്നെ അവിടെ വരുന്ന 3 ടേം എന്നുള്ളത്, ഒന്ന് മൈക്രോ. മൈക്രോ മീൻസ് വെരി സ്മോൾ ഓബ്ജക്റ്റ് ആണ്. മാക്രോ ലാർജ് ഓബ്ജക്റ്റ് ആണ്. അതിന്റെ ഇടക്ക് കാണുന്നതാണ് മെസോസ്കോപ്പിക്. ഇപ്പൊ നമ്മള് ഒരു കാർ മൂവ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ മൂവ് ചെയ്യുന്നു, മനുഷ്യൻ ഓടുന്നു, അല്ലെങ്കിൽ അതൊക്കെ എടുക്കുന്ന ബസ് റൺ ചെയ്യുന്നു, അതൊക്കെ വരുന്നത് മെസോസ്കോപ്പിക് ആണ്. മീഡിയം ടൈപ്പ് നമ്മൾ ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്ന ഓബ്ജക്റ്റ് എല്ലാം വരുന്ന മെസോസ്കോപ്പിക്കിലാണ്. അപ്പൊ ഇങ്ങനെ വൈഡ് ആണ്, ഫിസിക്സിന്റെ വ്യാപ്തി ഭയങ്കരമാണ്. ഇങ്ങനെ ഒരുപാടായിട്ട് വികസിച്ച് കിടക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ തെർമോഡൈനാമിക്സ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതൊക്കെ നോക്കിയേക്കുക. അപ്പൊ ഹീറ്റ് എഞ്ചിനൊക്കെ വരുന്ന തെർമോഡൈനാമിക്സ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എഞ്ചിൻ. അപ്പൊ അതൊക്കെ തെർമോഡൈനാമിക്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫിസിക്സിന്റെ ഒരുപാട് ബ്രാഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊന്ന് നിങ്ങൾക്ക് നോക്കിയേക്കണം. പിന്നെ ഫണ്ടമെന്റൽ ബേസ് ഫോഴ്സസ്. ബേസ് ഫോഴ്സസ് അത് 4 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, 2 എന്നുള്ളത് വീക്ക് ഫോഴ്സ്, 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4 സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഇവിടെ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ അതില് ഏറ്റവും വീക്കസ്റ്റ് ആയുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പോണത് വീക്ക് ഫോഴ്സ് ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. അപ്പൊ കൂടുതൽ കുട്ടികളും ചിന്തിക്കുന്നത് മണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വീക്ക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ അവിടെ നിങ്ങൾ മണ്ടന്മാരായിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അവിടെ കൂടുതൽ കുട്ടികൾ എഴുതാൻ പോണത് വീക്ക് ഫോഴ്സ് ആണ്. അതല്ല അതിന്റെ ആൻസർ. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. ഓക്കെ. ഇനി അവിടെ 4 കൺസർവേഷൻ ലോസ് കൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൺസർവേഷൻ ലോസ് അതില് ഒന്ന് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൂവ്മെന്റ്. കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് എനർജി. ഈ 4 കൺസർവേഷൻ ലോസ് കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇത് നമ്മളൊരു ക്വിക്ക് റിവിഷൻ ആയിട്ട് പോവുകയാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ നല്ലോണം നോക്കി മനസ്സിലാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങളൊന്നുകൂടെ നോക്കിയേക്കണം. പിന്നെ നമ്മള് രണ്ടാമത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ക്ലാസ് ടേബിളിലുണ്ട്. ഇപ്പൊ മാസ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന്. എന്താ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ സിംബല് V ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്തിന്റെ മെഷർമെന്റ് ആണ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ T മുകളിൽ എഴുതുമ്പോൾ T-1 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം യൂണിറ്റ് പറയുമ്പോൾ ഇത് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ ഡയമെൻഷനുമായി മീറ്ററുമായി ഇങ്ങനെ നമ്മൾ എഴുതാൻ പറ്റുന്ന. അപ്പൊ വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ടൈം. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എഴുതി പറ്റാം, മീറ്റർ പെർ സെക്കൻഡിലോട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ.
ഇതിന്റെ സിമ്പിൾ കൂടെ അറിയണം. ബേസ് ക്വാണ്ടിറ്റിയുടെ സിമ്പിൾ മാസ് ആണെങ്കിൽ സിമ്പിൾ എം ആണ്, ലെങ്ത് ആണെങ്കിൽ എൽ ആണ്, ടൈം ടി ആണ്, ആംബിയറിന്റെ സിമ്പിൾ കെ എ ആണ്, കെൽവിന്റെ സിമ്പിൾ കെ ആണ്, ഇതിന്റെ സിമ്പിൾ എംഒ എൽ ആണ്. സി ഡി അങ്ങനെ വരാറില്ല. അപ്പൊ ഇതാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കിയേക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഈ യൂണിറ്റിനെ ബന്ധപ്പെട്ട് നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയേക്കണം. ഇനി ഇവിടെ വരുന്ന ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോമോജീനിറ്റി. എന്താണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ സിമ്പിള് അതിന്റെ ഡെഫിനേഷൻ വളരെ സിമ്പിൾ ആണ്. ഡയമെൻഷൻ മീൻസ് പവർ ആണ്. ഒരു ബേസ് ക്വാണ്ടിറ്റിയുടെ പവറിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്നുള്ളത്. ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ S is equal to ut plus half at square. ഇത് ശരിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. എങ്കിൽ ഇത് ശരിയായിട്ട് വരത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇത് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. LHS കിടക്കുന്നത് എസ് ആണ്. അപ്പൊ എസ് എന്നുള്ളത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ആണ്. ഡിസ്പ്ലേസ് മീൻസ് ലെങ്ത് തന്നെയാണ്. അപ്പൊ LHS L കിട്ടും. ഓക്കെ. ഇനി RHS രണ്ട് ടേം ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോ നമ്മള് ഒരു കൊട്ടയുടെ അകത്ത് 10 കിലോഗ്രാം ആപ്പിൾ ഉണ്ട്, 20 കിലോഗ്രാം ഓറഞ്ച് ഉണ്ട്, 30 കിലോഗ്രാം മുന്തിരി ഉണ്ട്. അപ്പൊ കൊട്ടയിൽ എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ 10 + 20 + 30. കാരണം ഇതെല്ലാം ഒരേ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഒരു ക്ലോക്ക് കൂടെ വെച്ചിട്ട് ക്ലോക്ക് 10 മിനിറ്റ് കാണിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് 10 മിനിറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം മാസാണ്, ഇത് ടൈമാണ്. അപ്പൊ മാസിന്റെ കൂട്ടത്തില് ടൈം ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ലെങ്ത് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ട് ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ ലെങ്ത് തന്നെ വരണം. ലെങ്ത് വന്നില്ലെങ്കിൽ അത് ഇക്വേഷൻ തെറ്റായിട്ട് നമുക്ക് പറയും. അപ്പൊ RHS ആദ്യം കിടക്കുന്നത് UT ആണ്. UT മീൻസ് U മീൻസ് വെലോസിറ്റി ആണ്. LT-1 T യുടെ പവർ വെറുതെ എഴുതി കഴിഞ്ഞാൽ 1 ആണ്. 1 + -1 0 ആണ്. അതായത് ഇത് തന്നെ ലെങ്ത് തന്നെ വരും. അതാണ് ഒന്നാമത്. ഇപ്പൊ രണ്ടാമത് നോക്കുക. ഹാഫ് at². ഹാഫിന് ഡയമെൻഷൻ ഇല്ല. ഇത് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഡയമെൻഷൻ T-2 ആണ് ഇൻറ്റു T². ഉണ്ടോ? അപ്പൊ T-2 + 2, അതായത് ഇത് 0 വരും. അതായത് ഇത് ലെങ്ത് തന്നെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? The equation is dimensionally correct. ഇക്വേഷൻ കറക്റ്റ് എന്ന് പറയാൻ പറ്റാത്ത എന്താന്ന് മനസ്സിലായല്ലോ. കാരണം ഇവിടെ ഒരു ഹാഫ് കിടപ്പുണ്ട്. ഹാഫിന്റെ ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാമല്ലോ, ഡയമെൻഷൻസ് ഈക്വൽ അല്ലെങ്കിൽ എന്തായിരിക്കാം? LHS കിടക്കുന്ന ഡയമെൻഷൻ അല്ല RHS. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാം ദ ഇക്വേഷൻ ഈസ് റോങ് എന്ന് എഴുതാം. പക്ഷേ ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട സെന്റൻസ് ഇതാണ്, ദ ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്നല്ല, ഡയമെൻഷനലി കറക്റ്റ് എന്നാണ് എഴുതി വെക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ എന്താണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ? ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ റിമെയിൻസ് സെയിം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി മീൻസ് കറക്റ്റ്നെസ് ആണോ എന്നാണ്. ദ ഇക്വേഷൻ F is equal to ma.
ഇത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുക. ഇതെന്തായാലും പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ LHS കിടക്കുന്ന എന്താ? ഫോഴ്സാ. ഫോഴ്സിന്റെ ഡയമെൻഷൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ ക്ലാസ് ടേബിളിലുണ്ട്, നോക്കി മനസ്സിലാക്കുക. ML T-2. ഇപ്പൊ നോക്കുക, മാസിന്റെ പവർ 1 ആണ്, ലെങ്തിന്റെ പവർ 1 ആണ്, ടൈമിന്റെ പവർ -2 ആണ്. ഈ -2 കാണിക്കുന്ന ഡിനോമിനേറ്ററിൽ വരുന്നതാണ്. സമയം എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഇപ്പൊ 2 പ്രാവശ്യം വരുന്നുണ്ട്. എവിടെ വരുന്നു? ഡിനോമിനേറ്ററിൽ. മാസ് എത്ര പ്രാവശ്യം വരുന്നു? 1 പ്രാവശ്യം വരുന്നു. ലെങ്തോ 1 പ്രാവശ്യം വരുന്നു. അപ്പൊ ഫോഴ്സ് അളക്കാനായിട്ട് മാസ് 1 പ്രാവശ്യം അളക്കുന്നു, ലെങ്ത് 1 പ്രാവശ്യം അളക്കുന്നു, ടൈം 2 പ്രാവശ്യം ഡിനോമിനേറ്ററിൽ അളക്കുന്നു. ഇനി നമുക്ക് RHS എടുക്കാം. RHS എന്നെയാണ്. ഒന്ന് മാസ് ആണ് അല്ലെ, മാസ്. പിന്നെ ആക്സിലറേഷൻ. ആക്സിലറേഷന് സിമ്പല് m/s² ആണ്. LT-2. രണ്ടും കൂടെ എഴുതുമ്പോൾ ML-T-2. നോക്കുക, RHS പവറും 1 ആണ്, മാസിന്റെ പവർ 1, ലെങ്തിന്റെ പവർ 1, ടൈമിന്റെ പവർ -2. സോ ദ ഇക്വേഷൻ ഈസ് dimensionally correct. അപ്പൊ നിങ്ങൾ എഴുതി വെക്കേണ്ട സെന്റൻസ് ഇതാണ്. The equation is dimensionally correct. ഇനി ഡയമെൻഷൻ അനാലിസിസിന്റെ ഡ്രോബാക്കുകൾ. അപ്പൊ അതിന്റെ യൂസസ് ആദ്യം പറഞ്ഞേക്കാം. യൂസസ് എന്നുള്ളത് ടു ചെക്ക് correctness of an equation. ഇപ്പൊ നമ്മൾ പറഞ്ഞു to derive relation among അപ്പോ ഒന്നാമത്തെ യൂസ് എന്താ? to check the correctness of an equation to derive relation among different quantities. So അത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു നോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ അതെവിടെ കിടപ്പുണ്ട്, അത് ഞാൻ തന്നിട്ടുള്ളതാണ്. അത് നോക്കിയേക്കണം. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഡേറ്റാസും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയേക്കുക. ഇനി നമ്മൾ അതിന്റെ ഡ്രോബാക്ക് നോക്കുക, ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് നോക്കുക. ലിമിറ്റേഷൻസ് ഇതിന്റെ അകത്ത് ഇക്വേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ y is equal to a sin omega t. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാല് ഇത് തീറ്റയാണ്, സൈൻ തീറ്റയാണ്. തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ റിലേഷൻ നോക്കുക, n0 e⁻t. ഇത് നമ്മൾ എക്സ്പോണൻഷ്യൽ എന്ന് പറയും. അപ്പൊ ഈ എക്സ്പോണൻഷ്യൽ ടേം വരുന്നത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. ട്രിഗണോമെട്രിക് ടേം വരുന്നത് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലോഗരിതമിക് ടേം വരുന്നതും ഇത് വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഡ്രോബാക്കുകളാണ് ട്രിഗണോമെട്രിക് ടേം, എക്സ്പോണൻഷ്യൽ ടേം, ലോഗരിതമിക് ടേം. ഇത് വരുന്നതൊന്നും ഡയമെൻഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഡ്രോബാക്ക് എന്നുള്ളത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇക്വേഷൻ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് നമുക്ക് അത് വെച്ച് പറയാൻ പറ്റത്തില്ല. അതാണ് അത്രയും കാര്യങ്ങളാണ് ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അതിന്റെ യൂസസും അതിന്റെ ഡ്രോബാക്കുകളും ഒന്ന് മനസ്സിലാക്കി പഠിച്ചേക്കുക. ഇനി രണ്ടാമത്തെ യൂണിറ്റിലോട്ട് പോവുകയാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ.
ഇതിന്റെ ഒരു ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ ഇപ്പൊ ഡിറൈവ് an expression for kinetic energy which depends on mass and velocity. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇത് എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും, 3 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും, ഒന്ന് എഴുതി പഠിക്കണം. അപ്പൊ എന്താ നമ്മുടെ എയിം എന്താ? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം അല്ലെ. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ പ്രൊപ്പോർഷണൽ ടു മാസ്. മാസ് എത്ര പ്രാവശ്യം ഇക്വേഷനകത്ത് വരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നമുക്ക് m/x എന്ന് എഴുതാം, വെലോസിറ്റി v/y എന്ന് എഴുതാം. ഇനി നമ്മൾ എഴുതേണ്ടത് അപ്ലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ഇങ്ങനെ എഴുതണം. എന്നിട്ട് ഇവിടെ T-2 ഇവിടെ m/x വെലോസിറ്റിയുടെ L_T-1/y ഇത് ഉള്ളിലോട്ട് എടുക്കുക. അപ്പൊ m/x L/y T-y. ഇനി നമ്മൾ എന്താ ഡയമെൻഷൻ പഠിച്ചിരിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്നത് dimension of each term on both sides of an equation must be same. Must be same എന്നാണ്, കാരണം അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല. ഒരു ഇക്വേഷൻ ഈക്വൽ സൈൻ ഇടുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷനും പവറും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ പവറും സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ m/x ആണ്, ഇവിടെ m/1 ആണ്. അപ്പൊ x is equal to 1 എന്ന് എഴുതാം. ഇനി ഇവിടെ L/y ആണ്, ഇവിടെ L/2 ആണ്. അപ്പൊ y is equal to 2 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ പൂർണ്ണമായി ഈ പ്രൊപ്പോർഷണൽ ടു m/1 v/2. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, v is equal to kmv². ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഡയമെൻഷൻ ഉപയോഗിച്ച് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും വരെ എഴുതി നിർത്തിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ആൻസർ ആയി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. ഇനി നമ്മൾ നോക്കാം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയേക്കാം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഇത് ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. ഇതെന്നുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്. ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. Never have zero and negative. Can have എന്തൊക്കെയാണ്? സീറോ ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഈ വാല്യൂസ് ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് വാല്യൂസും സീറോ വാല്യൂസ് ഇത് സീറോ വാല്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സർക്കുലർ മോഷൻ, ഒരു ബോഡി റേഡിയസ് 6 ആണെന്ന് ഇരിക്കട്ടെ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സഞ്ചരിച്ചു, ബിയിലെത്തി. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അപ്പൊ ഇത് നമുക്കറിയാമല്ലോ, ഇത് 6 ആണ്, ഇത് 6 ആണ്. അപ്പൊ ഇത് നമുക്ക് √2r എന്ന് വരും. ഇനി ഡിസ്റ്റൻസ് ചോദിച്ചു, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് √2r എന്ന് എഴുതാം.
ഡിസ്റ്റൻസ് എന്നുള്ളത് മൊത്തം സഞ്ചരിച്ചു കഴിഞ്ഞാൽ 2πr ആണ്. 2πrന്റെ 4 2πr/4, അതായത് πr/2 എന്ന് കിട്ടും. ഇനി ബോഡി ഇവിടെ എത്തിയിരിക്കട്ടെ, ഏലിയൻ സഞ്ചരിച്ച് സിയിലെത്തി. സിയിലെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 2r വരും. ഇതാണ്. ഇനി ഡിസ്റ്റൻസ് πr വരും. ഇനി ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും, ഡിസ്റ്റൻസ് 2πr വരും. അപ്പൊ ഇത് വെച്ച് നമുക്ക് 0 വാല്യൂ ആയി, മറ്റു വാല്യൂസ് ആയി. ഇനി നെഗറ്റീവ് വാല്യൂ എങ്ങനെ വരുമെന്ന് നോക്കാം. എയിൽ നിന്ന് ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി. ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് 100 കിലോമീറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഇനി ബിയിൽ നിന്ന് സഞ്ചരിച്ച് സിയിലെത്തി, സഞ്ചരിച്ച ദൂരം 50 കിലോമീറ്റർ ആണെങ്കിൽ എ ടു സി, ഇപ്പൊ ഇതാണ് ഇനിഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. എ ടു സി മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 50 കിലോമീറ്റർ വരും. ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 100 + 50 150. ഇനി തിരിച്ച് വസ്തു എയിലെത്തി, ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആയി, ഡിസ്റ്റൻസ് 200, 100 + 100 200 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കട്ടെ. അപ്പോ ഇത് 50 കിലോമീറ്റർ ആണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഉള്ള ഫൈനൽ പോയിന്റ്. എയിൽ നിന്ന് ബിയിൽ പോയിട്ട് തിരിച്ച് ബിയിൽ നിന്ന് ഡിയിലോട്ടാണ് നമ്മൾ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് -50 കിലോമീറ്റർ, ഡിസ്റ്റൻസ് 100 + 100 + 50, 250 കിലോമീറ്റർ വരും. അപ്പൊ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫോർമുല മുമ്പ് തന്നിട്ടുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് divided by distance less than or equal to 1 ആണ്. ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ മാക്സിമം വാല്യൂ എത്രയും ചോദിക്കാം, അത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സ്പീഡ്, വെലോസിറ്റി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം. സ്പീഡ് എന്നുള്ളത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും 0യോ നെഗറ്റീവോ ആകത്തില്ല. അപ്പോ സ്പീഡ് ഒരിക്കലും 0യോ നെഗറ്റീവോ ആകത്തില്ല. വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വെലോസിറ്റി 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റിയും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ വെലോസിറ്റിയും നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് ഡിഫറൻഷിയേഷൻ മനസ്സിലാക്കുക. ഇനി ആവറേജ് സ്പീഡ് അല്ല ആവറേജ് വെലോസിറ്റി നോക്കുക. ആവറേജ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് ചോദിക്കാം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അപ്പൊ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുമെന്ന് ചോദിക്കാം. ആകും. ടൈം ഇന്റർവെൽ വളരെ ചെറുതാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആകും എപ്പോഴാണെന്ന് ചോദിക്കാം. ദ ടൈം ഇന്റർവെൽ ഈസ് വെരി സ്മോൾ. അപ്പൊ അത് മനസ്സിലാക്കിയേക്കാം. ഇനി ഇവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ, അതായത് BT റിലേഷൻ. ഇത് ഏത് രീതിയിൽ ആണ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോ ആക്സലറേഷൻ നോക്കുക. ആക്സലറേഷൻ ഈക്വൽ ടു
change in velocity divided by time. Acceleration is equal to change in velocity divided by time. ഇത് നിങ്ങൾ ഒരു 3 പ്രാവശ്യം എഴുതി പഠിക്കണം. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. ആക്സലറേഷൻ സിംബൽ a ആണ്. ഇനി വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പൊ v മൈനസ് u ഡിവൈഡഡ് ബൈ t. ഇങ്ങനെ തന്നെ ആവുന്നില്ല. ചിലപ്പോൾ അതിനകത്ത് പറയും ഇനിഷ്യൽ വെലോസിറ്റി v0 എന്ന് പറയും, ഫൈനൽ വെലോസിറ്റി v. അതനുസരിച്ച് ഡെറിവ് ചെയ്യണം. ഒന്നും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാം. v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. at is equal to v മൈനസ് യു. ഈ മൈനസ് യു അല്ലേ, അത് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, u പ്ലസ് at is equal to v, or v is equal to u plus at. ഇങ്ങനത്തെ ഒരു എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് വീഴും. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നോക്കുക. രണ്ടാമത്തത് ST റിലേഷൻ, മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. അതെങ്ങനെയാന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ അവിടെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. S is equal to v plus u divided by 2 into t. ആവറേജ് വെലോസിറ്റി ആകുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ വിയുടെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക. നോക്കുക, u plus at plus u divided by 2 into t. അപ്പൊ നോക്കുക, S is equal to 2u plus at divided by 2 into t. S is equal to 2u by 2 u into t, half at square. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും സ്റ്റെപ്പ് എഴുതുമ്പോൾ തന്നെ റിലേഷനിലോട്ട് ആയി. അപ്പൊ നിങ്ങൾക്ക് അവിടെയും 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടോ a is equal to b minus 2. അപ്പൊ മൂന്നാമത്തെ റിലേഷൻ എന്നുള്ളത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. അതിന്റെ ടൈം ഇല്ല. അപ്പോ അല്ലെ a is equal to b minus u by t. ഓക്കെ, ഇനി s is equal to v plus u by 2 into t. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തേക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തേക്കാം. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. എങ്ങനെയാന്ന് നോക്കാം. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എന്തായി? as ആയി. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നോക്കാം, a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇവിടെ t താഴെയുണ്ട്, ഇവിടെ t മുകളിലുണ്ട്. അത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. മിച്ചം വരുന്നത് 2 ഉണ്ട്. അപ്പോ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. So v square is equal to u square plus 2as. അപ്പോൾ വളരെ ഈസി ആയിട്ട് 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം ഒന്ന് എഴുതി പഠിക്കുക. ഇനി അവിടെ 2 ടേം ശ്രദ്ധിക്കുക. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്താ? ആക്സലറേഷൻ തരും. അതുപോലെ തന്നെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് തരും. ഇനി മോഷനെ പ്ലെയിൻ എടുക്കാം. മോഷന്റെ പ്ലെയിൻ്റെ അകത്താണ് സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഇപ്പോ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെല്ലാം നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പൊ മാസ്, ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ടെമ്പറേച്ചർ, അതൊക്കെ വരുന്നത് സ്കേലാർ ക്വാണ്ടിറ്റീസിനാണ്.
ഈ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, എന്താണ് ഡയറക്ഷനും ഉണ്ട്. അത് മാത്രമല്ല അത് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്, പക്ഷെ അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ അത് നിങ്ങൾ നോക്കിയേക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിളൊക്കെ ചോദിക്കും. ഇനി പ്രോജക്റ്റൈൽ, ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ടേമാണ് പ്രോജക്റ്റൈൽ. Projectile എന്താ? A body which is thrown into air and it is allowed to move under the influence of gravity alone. അതായത് ഒരു വസ്തു എയറിലോട്ട് നമ്മൾ എറിഞ്ഞു, പക്ഷെ അത് പോകുന്നത് ഗ്രാവിറ്റേഷൻ ഓഫ് ഫോഴ്സിന്റെ എന്താണ് സാന്നിധ്യത്തിലാണ് എങ്കിൽ അതിനെയാണ് പ്രോജക്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു റോക്കറ്റ് അത് പ്രോജക്റ്റൈൽ അല്ല, ജാവലിൻ പ്രോജക്റ്റൈലാണ്, ഷോർട്ട് പുട്ട് പ്രോജക്റ്റൈലാണ്, ഡിസ്കസ് ത്രോയില് ഡിസ്ക് പ്രോജക്റ്റൈലാണ്. മീൻസ് അതിനകത്ത് പക്ഷെ ഒരു മേലോട്ട് പോകുന്ന ഡൈനാമിക് അത് പ്രോജക്റ്റൈൽ അല്ല. അതിനകത്തൊക്കെ ഇന്ധനം കത്തുന്നുണ്ട്, അങ്ങനെയുള്ള ഒന്നും പ്രോജക്റ്റൈൽ അല്ല. എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും പ്രോജക്റ്റൈൽ അല്ല, വിമാനം ഒന്നും പ്രോജക്റ്റൈൽ അല്ല. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി അതിന്റെ പാത്ത് ഫോളോ ചെയ്യുന്ന പാരാബോളിക് പാത്താണ്. ഇങ്ങനെയാണ് ഒന്ന് കാണിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യു ആയിട്ടൊന്ന് കൊടുക്കുന്നു, മറ്റേ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ, ഇത് എക്സ് ഇത് വൈ. ഇത് രണ്ട് കമ്പോണന്റ്, ഇത് യു കോസ് തീറ്റ എന്നും മോളോട്ടുള്ളത് യു സൈൻ തീറ്റ. ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ഇത് യു കോസ് തീറ്റ തന്നെ, പക്ഷെ ഇവിടെ വി വൈ കുറയും. ഇവിടെ എത്തുമ്പോൾ വി വൈ 0, വി എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ തന്നെ, മാറ്റിയില്ല. ഇവിടെ യു സൈൻ യു കോസ് തീറ്റയും ഇവിടെ യു സൈൻ തീറ്റയും, ഇവിടെ മാറ്റമൊന്നുമില്ല. ഇനി ഇതിന് നമ്മള് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നു, ഇവിടെ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ്, ഇത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് വൈ. ഇത്രയാണ് നിങ്ങളൊന്ന് എഴുതി പഠിക്കണം. നോക്കുക, യു കോസ് തീറ്റ, യു സൈൻ തീറ്റ, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ്, ഇത് വൈ, ഇത് എച്ച്. മാക്സിമം എക്സിന്റെ വാല്യൂ ആണ് 6, റേഞ്ച് എന്ന് പറയും. മാക്സിമം വൈയുടെ വാല്യൂ ആണ് എച്ച്, മാക്സിമം ഹൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് എക്സ്പ്രഷൻസ് നോക്കുക. ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എന്താ കണ്ടുപിടിക്കേണ്ട, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം എഴുതി പഠിക്കുക, ഉറപ്പായിട്ടും 4 മാർക്ക് കിട്ടും. ഇനി നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുക എങ്ങനെ നോക്കുക. മാക്സിമം ഹൈറ്റ്, maximum height നോക്കുക. വി വൈ സ്ക്വയർ equal to u y square plus 2ay y. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഇത്. വെർട്ടിക്കൽ ആക്സലറേഷൻ ആണ്, ഇത് വെർട്ടിക്കൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്, ഇത് വെർട്ടിക്കൽ ഫൈനൽ വെലോസിറ്റി ആണ്. അറ്റ് h vy is equal to 0. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 0 is equal to v u y യുടെ വാല്യൂ എന്താ, u sin theta. അപ്പൊ u sin theta whole square മുകളിലോട്ടല്ലേ പോകുന്ന, അപ്പൊ മൈനസ് ജി ആണ് എഴുതുന്നത്. 2g y യുടെ സ്ഥാനത്ത് എന്താ എഴുതാം, h. അപ്പോ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ പോസിറ്റീവ് ആയി 2gh is equal to u square sin square theta. h is equal to
u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഉണ്ടോ? ഇത് ഒരു പക്ഷേ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ സ്റ്റെപ്പ് ഒന്ന് എഴുതി മനസ്സിലാക്കുക. മാക്സിമം ഹൈറ്റ് h എന്ന് എഴുതിയിട്ട് vy square is equal to uy square by 2ayy at h vy is equal to 0. ഇത് കൊടുത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നോക്കുക ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ ടി ആണ്. പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. y is equal to uyt plus half ay t square. ഈ റിലേഷൻ എടുക്കുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ് മീൻസ് എത്ര സമയം ഇത് എയറിൽ പറന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് പറന്ന് ഇവിടെ എത്തുമ്പോൾ വൈയുടെ വാല്യൂ എത്രയായി? 0. when t is equal to t means t യുടെ വാല്യൂ ക്യാപിറ്റൽ t ക്ക് ഈക്വൽ ആകുമ്പോൾ y is equal to 0. y 0 കൊടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ u 0 is equal to u sin theta t minus half gt square. അപ്പൊ അതിനകത്ത് ഇവിടെ എഴുതാൻ പോവാണ്. ഇത് ഇപ്പുറത്തേക്ക് എടുക്കാം. half gt square is equal to u sin theta into t. ഇത് തമ്മിൽ ഒരു t ക്യാൻസൽ ആയിട്ട് അപ്പൊ t is equal to 2u sin theta divided by t. അപ്പൊ നമുക്ക് രണ്ടാമത്തതായി ടൈം ഓഫ് ഫ്ലൈറ്റും ആയി. ഇനി നമുക്ക് റേഞ്ച് കിട്ടും. റേഞ്ച് x is equal to u cos theta into t means u cos theta മാറ്റിയില്ല. അതിന് ഇത് ഡെറിവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കഷൻ നടത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ u cos theta കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്. ത്രൂ ഔട്ട് ദ മോഷൻ u cos theta കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. x is equal to into t small letter t. when small letter t is equal to t, x is equal to r എഴുതാം. r is equal to u cos theta into t capital T. Capital T means 2u sin theta divided by g. ഇതിൽ നിന്ന് കൂടുതൽ എഴുതണ്ട. u സ്ക്വയർ sin 2 theta divided by g എന്ന് എഴുതാം. u സ്ക്വയർ sin 2 theta divided by g. കൂടുതലൊന്നും ഇതൊന്നും കമ്പൈൻ ചെയ്തൊന്നും എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിനകത്ത് മാക്സിമം റേഞ്ച് എപ്പോഴാണ് കിട്ടണമെന്ന് നോക്കുക. അപ്പൊ when r is equal to u square sin 2 theta divided by g അല്ലേ? r is maximum when sin 2 theta equal to 1 ആണ്. sin 2 theta equal to 1. അതായത് 2 theta equal to 90 ഡിഗ്രി വരും, അല്ലെങ്കിൽ theta is equal to 45 ഡിഗ്രി വരും. അപ്പൊ റേഞ്ച് മാക്സിമം ആകുന്നത് എപ്പോഴാണെന്ന് ചോദിക്കാം. 45 ഡിഗ്രി. ട്രാജക്ടറി ഓഫ് ദി എന്താണ് പ്രോജക്റ്റ്, അത് പരാബോളയാണ്. ആ ഷേപ്പ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ മോഷന്റെ പ്ലെയിൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ധീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നേടിയപ്പോൾ ജാവലിൻ എത്ര ആംഗിളിലാണ് എറിഞ്ഞെന്ന് ആരും ചോദിക്കത്തില്ല. അത് 45 ഡിഗ്രി ഒന്നും അല്ല. പ്രാക്ടിക്കലായിട്ട് 45 ഡിഗ്രി അല്ല, നിങ്ങൾ തിയററ്റിക്കലായിട്ടാണ് 45 ഡിഗ്രി പറയുന്നത്. ധീരജ് ചോപ്ര എറിഞ്ഞ ആംഗിള് 36-നും 40-നും ഇടയ്ക്കുള്ള ആംഗിളാണ്. കാരണം ഇത് ആംഗിള് നിശ്ചയിക്കുന്നത് ആ ഉള്ള ഹൈറ്റ്, കാറ്റിന്റെ ഫ്ലോ ഡയറക്ഷൻ,
പിന്നെ ഒക്കെ എയർ റെസിസ്റ്റൻസ് അതൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതൊക്കെ ഒരു വലിയൊരു ഫാക്ടറാണ്. അതെല്ലാം നോക്കിയിട്ടാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇവിടുന്ന് നമ്മൾ പിന്നെ പോൾസിലോട്ട് പോകുമ്പോൾ ജിയുടെ വാല്യൂ കൂടി വരും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ധീരജ് ചോപ്ര ഗോൾഡ് മെഡൽ ആയത് 36-നും 40-ക്കും ഇടക്കാണ്, അല്ലെങ്കിൽ 45 ഡിഗ്രി ആംഗിൾ അല്ല. നമ്മൾ തിയററ്റിക്കലായിട്ടാണ് 45 ആംഗിൾ പറയുന്നത്. അടുത്ത നോക്കുക ലോസ് ഓഫ് മോഷൻ. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ രീതിയിൽ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ വർക്ക് പവർ എനർജി വരെ ഇന്നൊക്കെ നിർത്തും. നിങ്ങൾ അത്രയും വരെ ഇന്ന് നോക്കിയേക്കാം. ഇപ്പൊ ലോസ് ഓഫ് മോഷന്റെ അകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്നത് ലീനിയർ മൂവ്മെന്റ് ആണ്. പി എന്നുള്ളത് mv ആണ്. അതിന്റെ ഡയമെൻഷൻ ഒക്കെ ക്ലാസ് ടേബിളിലുണ്ട്. ml(t-1). ഓക്കെ, ഇനി ന്യൂട്ടൺസിന്റെ സെക്കൻഡും. ഇപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു dp/dt എന്നാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ 2 മാർക്കിന്റെ അകത്ത് ഡിറൈവ് F = ma. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ. F പ്രൊപ്പോർഷണൽ ടു dp/dt F = k. ഈ പ്രൊപ്പോർഷനാലിറ്റി മാറ്റുമ്പോൾ k കൊടുക്കുക d/dt of m × v. അപ്പൊ k m വെളിയിലോട്ട് എടുക്കാം dv/dt F = k × m × k. But k = 1 ആണ്. അപ്പൊ F = m എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. ഇപ്പൊ ഡെറിവേഷൻ പഠിക്കുക. ഇനി അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ്. ലോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ടാൽ മതി. F = dp/dt if F = 0, dp/dt = 0 or P = m. ഇങ്ങനെ എഴുതി വെച്ചാലും മതി. മാർക്ക് കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതേണ്ട ഇതാണ്. If the external force acting on a system of particles is 0, then the total linear movement remain conserved. ഇനി അവിടെ recoil velocity of the gun ചോദിക്കാം. ഇത് after collision, after firing, ഇത് before firing. Pi = Pf means initial momentum is equal to final momentum. Initial momentum രണ്ടും റെസ്റ്റിലാണ് 0. ബുള്ളറ്റിന്റെ മാസ് m ആണ്, വെലോസിറ്റി v പ്ലസ്. ഗണിന്റെ മാസ് വലിയ മാസ് ആയതുകൊണ്ട് വെലോസിറ്റി v എന്ന് എഴുതാം. mv minus mv or v is equal to minus mv vector divided by m. ഇത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്കായി. നിങ്ങൾ കൂടുതൽ എന്താ ഈ മൈനസ് സൈൻ കാണിക്കുന്ന? ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗൺ ബാക്കിലോട്ട് പോകുന്നു, അതിനെയാണ് റീകോയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് എഴുതി പഠിച്ചേക്കുക. റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ആണ് ഇത് ചോദിക്കുന്നത്. ഇനി ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൾ എന്ന് വെച്ചാൽ എന്താ? ആവശ്യമുള്ള പിശാചാണ്. എന്താ ആവശ്യമുള്ള പിശാച്? ഇപ്പൊ നടക്കാനും കിടക്കാനും ഓടാനൊക്കെ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. ബസ് ഓടണമെങ്കിൽ ഫ്രിക്ഷൻ വേണം, കാർ ഓടണമെങ്കിൽ ഫ്രിക്ഷൻ വേണം, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് നടക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. പക്ഷെ ഒപ്പം തന്നെ എത്ര വില കൂടിയ ചെരുപ്പാണെങ്കിലും ഒരു 6 മാസം കഴിയുമ്പോൾ വേറെ ചെരുപ്പ് മേടിക്കേണ്ടി വരും, ചെരുപ്പ് കഴിഞ്ഞു പോകും. മെഷീൻസിന്റെ പാർട്സ് തേയ്മാനം ഉണ്ടാവും.
അപ്പൊ അതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ എഴുതുക. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത്. ഇപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷനും അപ്ലൈഡ് ഫോഴ്സുമായുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുള്ളതാണ്. ഇവിടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് 0 ആണെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ 0 ആണ്. അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൂടിക്കൂടി ഏതൊരു ഘട്ടം വരുമ്പോൾ വസ്തു നീങ്ങാൻ തുടങ്ങുമ്പോഴുള്ള പരമാവധി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വെച്ചത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ്. ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് വസ്തു നീങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കിയേക്ക. അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടിക്കൂടി വരും. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പരമാവധിയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഫോർമുല Fs maximum mu s into Ng. അപ്പോൾ mu s എന്നുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി എഴുതി പോയേക്കാം. പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാൻ ചോദിക്കാം അല്ലെ. ബോൾ ബെയറിങ്സ്, മെഷീൻസിൽ ബോൾ ബെയറിങ്സ് ഉപയോഗിക്കും. കാരൻസ് പ്ലേ കഴിക്കുമ്പോൾ നമ്മൾ പൗഡർ ഉപയോഗിക്കത്തില്ലേ, കാൽസ്യം പൗഡർ. അപ്പൊ അത് ഫ്രിക്ഷൻ സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ഗ്രാഫൈറ്റ് പൗഡറും സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. അപ്പൊ ലൂബ്രിക്കന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കുറയ്ക്കാം? ഫ്രിക്ഷൻ കുറയ്ക്കാം. അത്രയാണ് ലോസ് ഓഫ് മോഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നിന്ന് മനസ്സിലാക്കി പഠിച്ചേക്കാം. വർക്ക് പവർ എനർജിയിലോട്ട് പോവുകയാണ്. വർക്ക് എനർജി പവർ. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇത്രയും ചാപ്റ്റർ, ഈ വരുന്ന ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കിയേക്കാം. വൈകിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്ക് എനർജി പവറിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നുള്ളത്, വർക്കിന്റെ ഫോർമുല നോക്കുക. എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് ആണ്. ഇത് എഴുതുമ്പോൾ എഫ് എസ് കോസ് തീറ്റ എന്ന് വരും. ഇപ്പൊ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്ന ഫോർമാറ്റ് ഇതാണ്, എഫ് ഡോട്ട് എസ്. ഈ വർക്ക് എപ്പോഴൊക്കെ 0 ആകാം. ഇപ്പൊ ഞാൻ ഭിത്തിയെ തള്ളി ഭിത്തി നീങ്ങത്തില്ല. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിലും വർക്ക് 0 ആകും. ഓക്കെ. ഇനി സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ വർക്ക് ഡൺ ബൈ ദ സാറ്റലൈറ്റ്, അവിടെയും തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരും. കോസ് 90 0 ആയിരുന്നു. ഇത് എർത്താണ്, ഇത് സാറ്റലൈറ്റ് ആണ്. ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. അപ്പൊ അപ്പോഴും വർക്ക് 0 ആവും. അപ്പൊ വർക്ക് 0 ആവുന്ന കേസ് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണോ, അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. ഒരു കൂലി മീൻസ് ഇംഗ്ലീഷിൽ നമ്മൾ കൂലി എന്നാണ് കൂലിക്കാരനെ വിളിക്കുന്നത്. ഒരു കൂലിക്കാരൻ തലയിൽ ഒരു ചുമടുമായിട്ട് ഹൊറിസോണ്ടൽ റോഡിലൂടെ നടക്കുകയുണ്ട്. അപ്പൊ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് മുന്നോട്ടാണ്. അപ്പൊ 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോഴവിടെയും വർക്ക് 0 ആയിരുന്നു. അപ്പൊ രണ്ട് രീതിയിൽ വർക്ക് 0 ആവും. ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോൾ, അല്ലെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ. ഇനി വർക്ക് എപ്പോഴൊക്കെ നെഗറ്റീവ് ആവും. നെഗറ്റീവും പോസിറ്റീവും ഒരുമിച്ച് വരുന്നത്. ഇപ്പൊ കാറ് മൂവ് ചെയ്യുന്നു, കാറിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് പോസിറ്റീവാണ്, പക്ഷെ ഫ്രിക്ഷൻ വർക്ക് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇപ്പൊ ഞാനൊരു വസ്തു താഴെ നിന്ന് മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് പോസിറ്റീവാണ്, പക്ഷെ ഗ്രാവിറ്റി ചെയ്ത വർക്ക് നെഗറ്റീവാണ്. അപ്പൊ ഒരേ സമയത്ത് വർക്ക് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും. ഇപ്പൊ വർക്ക് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ജൂൾ ആണ്. ഇനി എനർജി നിങ്ങൾക്ക് അറിയാമോ? ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. ഇപ്പൊ എനർജി, മെക്കാനിക്കൽ എനർജിയുടെ രണ്ട് രൂപാന്തരങ്ങളാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനും പൊട്ടൻഷ്യൽ എനർജിയുടെ, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, 12 mv².
ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് പി സ്ക്വയർ എന്നൂടെ എഴുതാം, പി സ്ക്വയർ ബൈ എം എന്ന് എഴുതാം. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ലോറിയും കാറും ഒരേ മൂവ്മെന്റിൽ മൂവ് ചെയ്യുന്നു. എന്താണ്? ഒരു ലോറിയും കാറും ഒരേ മൂവ്മെന്റിൽ മൂവ് ചെയ്യുന്നു എങ്കിൽ ഏതിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും കൂടുതൽ? അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ, മൂവ്മെന്റ് സെയിം ആണെന്ന് പറഞ്ഞു. അപ്പൊ മാസ് ചെറുത് ഏതിനാ? കാറിനല്ലേ. അപ്പൊ കാറിന്റെ കൈനറ്റിക് എനർജിയാണ് കൂടുതൽ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ലോറിയും കാറും ഒരേ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്നു, ഏതിന്റെ മൂവ്മെന്റ് ആണ് കൂടുതൽ? അപ്പൊ ഇങ്ങനെ എഴുതണം, പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2mk. അപ്പൊ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2mk. ഒരു ലോറിയുടെയും കാറിന്റെയും കൈനറ്റിക് എനർജി സെയിം ആണെന്ന് പറഞ്ഞു. പിന്നെ മൂവ്മെന്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിന്. അപ്പൊ അവിടെ മാസ് ലോറിക്ക് കൂടുതലല്ലേ, അപ്പൊ ലോറിയുടെ മൂവ്മെന്റുമാണ് കൂടുതലെന്ന് പറയാം. ഇനി വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചോദിക്കാം. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത്, ഒരു ലോറിയും കാറും ഒരേ കൈനറ്റിക് എനർജിയിലാണ് മൂവ് ചെയ്യുന്നത്. ബോത്ത് ആർ അപ്ലൈഡ് ബൈ ദ സെയിം റിട്ടാർഡിംഗ് ഫോഴ്സ്. അപ്പൊ കൈനറ്റിക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി അത് സെയിം ആയിരിക്കും. റിട്ടാർഡിംഗ് ഫോഴ്സും സെയിം ആണ്. അപ്പൊ ഏതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കൂടുതലും ചോദിക്കാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. A lorry and car are moving with the same kinetic energy. Both are applied by the same retarding force. Retarding force. എങ്കിൽ ഏതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കൂടുതലും ചോദിക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മീൻസ് നിൽക്കുന്നതിന് മുമ്പ് സഞ്ചരിച്ച ദൂരത്തെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിൽക്കുന്നതിന് മുമ്പ് സഞ്ചരിച്ച ദൂരം. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി സെയിം ആണ്, റിട്ടാർഡിംഗ് ഫോഴ്സ് സെയിം ആണ്. അപ്പൊ എസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയേക്ക. ഇനി ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ, അത് നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ ഒരു കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം കേട്ടോ. Total mechanic energy remains same provided the forces are conservative എന്ന് പറയണം. കൺസർവേഷൻ എനർജിക്ക് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ടോട്ടൽ മെക്കാനിക് എനർജി, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. പക്ഷെ ഫോഴ്സസ് എന്തായിരിക്കണം? കൺസർവ് ആയിരിക്കണം. കൺസർവ് മീൻസ് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. അതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളത്. ശ്രദ്ധിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് എഴുതി പഠിക്കുന്ന 3 പോയിന്റ്, എ പഠിക്കാം, ബി, സി. ഈ ദൂരം എക്സ് എന്ന് കൊടുക്കാം, ഇത് എച്ച് മൈനസ് എക്സ്, ഈ ഹൈറ്റ് എച്ച്. ഇനി അറ്റ് എ മെക്കാനിക്കൽ എനർജി is equal to potential energy at A plus kinetic energy at A. ഇന്ന് കൂടുതൽ ഡെറിവേഷൻ ഒന്നും വേണ്ട. എഴുതുന്നത് മെക്കാനിക്കൽ എനർജി അറ്റ് ബി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ബി. നോക്കാം, മെക്കാനിക്കൽ എനർജി അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ബി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതേ ഉള്ളൂ, എം ജി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി അല്ലേ, ഹൈറ്റ് ഇടുന്ന എത്രയാണ്? എച്ച് മൈനസ് എക്സ്. കൂടുതൽ എഴുതണ്ട, ഇത് എം ജി എക്സ് എന്ന് എഴുതും. അപ്പൊ എന്തായി? എം ജി എച്ച് എന്ന് വരും. അപ്പൊ ബിയിൽ എന്തായി? ടോട്ടൽ എനർജി എന്തായി? എം ജി എച്ച്. നിങ്ങൾ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാം, അതുകൊണ്ടാണ് പറഞ്ഞത് 3. മെക്കാനിക്കൽ എനർജി അറ്റ് സി ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് സി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി പ്ലസ്
കൈനറ്റിക് എനർജി അറ്റ് സി. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. മെക്കാനിക്കൽ എനർജി അറ്റ് സി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഗ്രൗണ്ട് വരുമ്പോൾ എത്രയായി? 0 ആയി. ഇതിന്റെ സ്ഥാനത്ത് NGH എഴുതുക. അപ്പോൾ ആൻസർ എന്തായി? NGH. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഉറപ്പായിട്ട് ഈ മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും കിട്ടും. നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് എഴുതേണ്ട ആവശ്യമില്ല. എത്രയും വരെ എഴുതി നിങ്ങൾ പൂർണ്ണമാക്കുക. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വർക്ക് പവർ എനർജി വരെയുള്ള യൂണിറ്റ് നമ്മൾ ഡിസ്കഷൻ നടത്തി. നല്ലോണം നിങ്ങൾ ഇത്രയും വരെ എഴുതി പഠിക്കുക. ഇന്ന് വൈകിട്ട് ഞാൻ ടൈം പറയാം, ക്ലാസ് ഉണ്ടാവും. അപ്പൊ അത് ഇന്നത്തെ എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ട് നാളെ ഇതുപോലെ തന്നെ 2 ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ എക്സാമിനേഷൻ ഒന്നുകൂടെ കുറവായിട്ട് ഡിസ്കഷൻ നടത്താം. നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് കൊണ്ടുവരിക. 60-60 മാർക്ക് നിങ്ങൾക്ക് നേടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.